നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ വൈശാഖ മാസ ഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഒരുപാട് മഴയായിരുന്നില്ലേ? ആ മഴയത്ത് എൻ്റെ ശബ്ദം കേൾക്കുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശബ്ദമൊക്കെ കേട്ടു എന്ന് എല്ലാവരും പറഞ്ഞു. കേൾക്കുന്നുണ്ടായിരുന്നു. കുറവൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഇന്നലെ രാവിലെ കറണ്ട് പോയതാട്ടോ ഗുരുവായൂർ. രാവിലെ 8:45 കറണ്ട് പോയിട്ട് കറണ്ട് വന്നത് രാത്രി 8:45 അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു വൈഫൈ കണക്ഷൻ ഇല്ലാതെ അപ്ലോഡ് ആവില്ല. കറണ്ട് ഇൻവെർട്ടറും വർക്ക് ചെയ്യാത്ത സമയമായി, അത്രയും സമയമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ആകെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്നിട്ടും ഓരോരുത്തരും കാത്തിരുന്ന് കണ്ട് അതിന് താഴെ നാമജപത്തിൻ്റെ അപ്ഡേഷൻസൊക്കെ തന്നു. പക്ഷെ ഇന്നലെ കറണ്ട് ഇല്ലാത്ത കാരണേ മൊബൈൽ ഓഫ് ആവുമായിരുന്നു. എനിക്ക് 5% ചാർജൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നാമത്തിൻ്റെ കൗണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വാട്സപ്പ് മെസ്സേജ് പോലും നോക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ വാട്സപ്പ് കൗണ്ട് പോലും എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് എന്താ പറയുക, മൊബൈലിൽ ചാർജ് ഇല്ലാതിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ നാമജപത്തിൻ്റെ അപ്ഡേഷൻ വാട്സപ്പിൽ അയക്കുന്നവർ അങ്ങനെ അയച്ചോളൂ, കമൻറ്റായി അറിയിക്കുന്നവർ അറിയിച്ചോളൂ. ഞാൻ എന്തായാലും കൂട്ടാട്ടോ. ഇന്നത്തോടുകൂടി നമുക്ക് 4 കോടി തികയേണ്ടതാണ്. നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് ശരിക്കും നമ്മൾ ഓർഡർ പ്രകാരം ഇന്നലെ നമ്മൾ വിപ്രപത്നി അനുഗ്രഹമാണ്. അപ്പം ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഗോവർദ്ധനത്തിൻ്റെ കഥയാണ് പറയേണ്ടത്. പക്ഷെ ഗോവർദ്ധനത്തിൻ്റെ കഥ നമ്മൾ സത്സംഗത്തിൽ പറഞ്ഞു. സത്സംഗത്തിൽ പറഞ്ഞാൽ നമ്മൾ വൈശാഖത്തിലൊന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വൈശാഖം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ആ കഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഗോവർദ്ധനത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം വരുന്ന കഥ എന്ന് പറയുന്നത് രാസക്രീഡയാണ്. അതൊരു വലിയ സംഭവമാണ്. അത് എന്നെപ്പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയാവുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എനിക്കാണെങ്കിൽ പതിയിലധികം കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ രാസക്രീഡ എന്ന് പറയുന്ന ഒരു അതിവിപുലമായിട്ടുള്ളൊരു ഭാഗം പറയാൻ മാത്രം ഒരു കോൺഫിഡൻസ് എനിക്കില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണക്കാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ധൈര്യം സംഭരിച്ച് പറയാണ്. ഇതിലുള്ള തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. ശ്രീ ഗുരുവായൂരപ്പനും രാധാറാണിയും എല്ലാവരും ക്ഷമിക്കട്ടെ എന്നോടൊന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു കാർത്യായനി പൂജ ചെയ്തിട്ടുള്ള ഗോപികമാരെ കുറിച്ചൊക്കെ കേട്ടിരുന്നില്ലേ? ഭഗവാനോട് അനുരാഗം തോന്നുന്ന ഗോപികമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു വിഭാഗം ഗോപികമാരാണ് കാർത്യായനി പൂജ ചെയ്ത് ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിച്ചവർ. അനേകം വിഭാഗങ്ങളായിട്ടുള്ള ഗോപികമാരുണ്ടായിരുന്നു ഭഗവാനോട് അനുരാഗം തോന്നിയിരുന്നത്. അതിൽ പെൺകുട്ടികളായിരുന്നവർ, അതായത് ഭഗവാനോട് സമപ്രായക്കാരോ ഭഗവാനോട് താഴെ പ്രായമുള്ളവരോ ആയിട്ടുള്ള ആളുകളായിരിക്കാം കാർത്യായനി പൂജ ചെയ്ത് ഭഗവാനിലേക്ക് അടുത്തവർ. അതല്ലാതെ കുറച്ച് പ്രായമുള്ള ഗോപികമാർക്കും എന്താ പറയുക, പ്രായഭേദമന്യേ എല്ലാവർക്കും ഭഗവാനോടൊരു പ്രണയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഗോപികമാരെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കാം എന്ന് ഒരു ഉറപ്പ് എല്ലാവർക്കും നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാ ദിവസവും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വൃന്ദാവനത്തിലെ ഒരു പൗർണമി ദിവസം ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേട്ടു എന്നാണ് പറയുന്നത്. ഈ ഭഗവാനിൽ അനുരാഗമുള്ള എല്ലാ ഗോപികമാരും അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു അത്രേ ആ ഒരു ഓടക്കുഴൽനാദം ഉണ്ടായിരുന്നത്. അതിൽ വരൂ ഗോപി എന്നുള്ള രീതിയിലായിരുന്നു അത്രേ അവർക്ക് ആ ഓടക്കുഴൽ വിളി കേട്ടുകൊണ്ടിരുന്നിരുന്നത്. ആ സമയം ഭഗവാന്റെ ആ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരുന്നിരുന്ന ഓരോ ഗോപികമാർക്കും ഭഗവാൻ ആ വിളിക്കുന്ന സമയം ചില ആളുകളുണ്ടല്ലോ പാലടുപ്പത്ത് വെച്ചിരിക്കുകയായിരുന്നു അത്രേ. അവരത് എന്താ പറയുക, എംപ്റ്റി ഹാൻഡോടെ കൈക്കിലൊന്നും കൂട്ടാതെ പാലൊക്കെ ആ ചൂടോടുകൂടി തന്നെ എടുത്ത് മാറ്റി വെച്ചു. ഭഗവാൻ വിളിക്കല്ലേ, അങ്ങോട്ട് ഓടുകയാണ്. ചില ആളുകളെ പശുവിനെ കറക്കാനായിട്ട് പശുവിൻ്റെ ആ ഒരു അകിടിൻ്റെ ചുവട്ടിലായിരുന്നു ആ
പാൽക്കുടമൊക്കെ അവർ എറിഞ്ഞ് ഓടി എന്നാണ് പറയുന്നത്. ചില ആളുകൾ ഭഗവാനെ കാണാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് കന്മഷി എടുത്തതായിരുന്നു അത്രേ, കണ്ണെഴുതാനായിട്ട്. അവരാ കന്മഷി നെറ്റിയിൽ തേച്ച് വെച്ചു. ചിലർ കുങ്കുമം എടുത്തതായിരുന്നു അല്ല പൊട്ട് തൊടാനായിട്ട്, അതവർ കവിളിൽ തേച്ച് വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായി എന്താണോ ചെയ്തിരുന്നത്, അതെന്താണ്, എവിടെയാണ്, തങ്ങൾ ആരാണ് എന്ന് പോലും മറന്നുകൊണ്ട് ഓടി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ അപ്പോൾ വൃന്ദാവനത്തിലെ കാളിന്ദിയുടെ തീരത്ത് വളരെ മനോഹരമായ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് എല്ലാ ഗോപികമാരെയും സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് അവിടെ ആ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു, ഓടക്കുഴലും ഊതിക്കൊണ്ട്. ഭഗവാന് ചുറ്റും തടിച്ചുകൂടി ഈ ഗോപി വൃന്ദങ്ങൾ എല്ലാവരും നിന്നു. ആ ഒരു ഭഗവാന്റെ ഓടക്കുഴൽ വിളിയിൽ ലയിച്ച് അവരവിടെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ കണ്ണു തുറന്ന് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത്രേ, എന്താ ഇപ്പം എല്ലാവരും കൂടി ഈ വൃന്ദാവനത്തിലെ വനപ്രദേശത്തേക്ക്, അതും ഈ രാത്രിയിൽ വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, അത് ശരി, അപ്പം എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഇപ്പം ഞാൻ എന്തിനാ വന്നതെന്നാണോ ചോദിക്കണേന്നാണ് ഓരോരുത്തരുടെയും ഭാവം ഉണ്ടായിരുന്നത്. എവിടെ നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ല കേട്ടോ, നല്ലോണം വന്യജീവികളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വേഗം അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയിട്ടില്ല വെച്ചാൽ വല്ല പുലിയോ കടുവയോ കാട്ടുപോത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നാണ് അത്ര അവരോട് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് ഭഗവാൻ ഇപ്പോൾ ഇങ്ങനെയാണോ പറയുന്നതെന്ന്. അതിൽ ഗോപന്മാരുടെ പത്നിമാരായിട്ടുള്ള അനേകം ഗോപസ്ത്രീകളുണ്ടായിരുന്നു. അവരോട് ആ ഒരു പത്നീധർമ്മത്തിനെ കുറിച്ച് ഉപദേശിക്കാൻ തുടങ്ങിയത്രേ ഭഗവാൻ. ആ സമയത്ത് ഭഗവാൻ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപദേശിച്ചത്, ഭഗവാനിൽ വിലയം പ്രാപിക്കാൻ വന്ന അവർ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാൻ മാത്രമാണ് എന്ന് വിചാരിച്ച് വന്ന അവരോട് പത്നീധർമ്മത്തിനെ കുറിച്ച് ആകാശചാരികളായിട്ടുള്ള മുനിമാർക്കും ദേവന്മാർക്കും കേൾക്കാൻ വേണ്ടിയാണത്രേ അദ്ദേഹം ആ ഒരു പത്നീധർമ്മത്തിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയത്. കാരണം അതല്ലാതെ ഈ ഗോപികമാരുടെ തലയിൽ ഇതൊന്നും കയറില്ല എന്നുള്ളത് ഭഗവാന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഭഗവാൻ പറഞ്ഞത്രേ, തിരിച്ചു പോയിക്കോളൂ കേട്ടോ, വളരെ ഇരുട്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരം വൈകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അവരെ ആകെ കൂടി മഹാവിഷമത്തിലായി, അവരെ കരയാൻ തുടങ്ങിയത്രേ. അപ്പോൾ അവരോട് പറഞ്ഞു അത്രേ, ഞാൻ ഈ വെറുതെ പറഞ്ഞതാണ്, എന്തിനാ അങ്ങനെ വിഷമിക്കണേ, ഞാൻ വിളിച്ചിട്ടല്ലേ നീ വന്നത് എന്നാണത്രേ ഓരോ ഗോപിയോടും ഗുരുവായൂരപ്പൻ ചോദിച്ചത്. അങ്ങനെ ഭഗവാൻ ഓരോ ഗോപികമാർക്ക് ഓരോ കൃഷ്ണനായിട്ട് അവരോട് ഓരോ തരത്തിലുള്ള എന്താ പറയുക സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗോപികമാർക്ക് തോന്നിയത്രേ, ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ ഞാൻ തന്നെയാണ്, എന്നോളം ഭാഗ്യം മറ്റൊരാൾക്കും ഇല്ലാന്ന്. ഇപ്പോൾ എനിക്ക് അനേകം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചിയുടെ ഭാഗ്യമാണ് എല്ലാ ദിവസവും ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴാൻ പറ്റണില്ലേന്ന്. അപ്പോൾ ഇത് എനിക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു തോന്നൽ, ഇതിപ്പോൾ ഞാനൊരു അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമുള്ള അമ്പലത്തിൽ പോയി തൊഴുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നണല്ലേ ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തൊട്ടടുത്തിരിക്കുമ്പോൾ അവർക്കങ്ങനെ തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷെ അതിൽ ഒരിത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നോളം ഇത്രയും ഭാഗ്യം ചെയ്ത ഭാഗ്യവതികൾ മറ്റാരും ഇല്ല എന്ന ഒരു അഹങ്കാരം അവരുടെ മനസ്സിൽ തോന്നിയെന്നും, ഈ അഹങ്കാരം എപ്പോഴാണോ അവരുടെ മനസ്സിൽ തോന്നിയത് ആ നിമിഷം അവർ ഭഗവാനെ കാണാതായി എന്ന് പറയുന്നത്. ഭഗവാനെ കാണാതായപ്പോൾ അവരന്വേഷിച്ച് നടക്കാൻ അവരെ ഓരോരുത്തരും പറഞ്ഞു, എവിടെ കൃഷ്ണൻ ചോദിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ വനാന്തരത്തിൽ നടന്നു തുടങ്ങി ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോഴാണ് ഒട്ടും അഹങ്കാരം മനസ്സിൽ തോന്നാത്ത ഒരു ഗോപി രത്നത്തിനെ കൈപിടിച്ചുകൊണ്ടാണ് അത്രേ ഭഗവാൻ അവിടെ നിന്ന് നടന്ന് നീങ്ങിയത്. ആരാണ് ആ ഗോപിരത്നം? നമുക്കറിയാലോ, നമ്മുടെ ശ്രീ രാധികാദേവി തന്നെയാണ്. ആ ഒട്ടും അഹങ്കാരവതിയായിരുന്നില്ലാത്ത ആ ഗോപിക, ആ ഗോപികയുടെ കയ്യും പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ നടന്നത്. അപ്പോൾ
ഈ ഭഗവാന്റെ പാദമുദ്രകൾ കാണാനിടയായി ഇത്രേ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ഗോപികമാര്. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഭഗവാന്റെ പാദങ്ങളല്ലേ ഈ മണലിൽ കാണുന്നത്, നമുക്ക് ഇവിടെ നമസ്കരിക്കാം എന്നൊരു ഗോപിക പറഞ്ഞതും അതിൽ മറ്റൊരു ഗോപി പറഞ്ഞു, ഇത്രേ നിൽക്കൂ, നമസ്കരിക്കാൻ വരട്ടെ. ഭഗവാന്റെ പാദമുദ്രയുടെ കൂടെ ഒരു സ്ത്രീയുടെ പാദത്തിൻ്റെ മുദ്രയും കൂടി ഇവിടെ കാണാനുണ്ട്, സംശയമില്ല കേട്ടോ. അപ്പോൾ ആ കൃഷ്ണൻ പോയിരിക്കുന്നത് നമ്മളിൽ ഒരാളെയും കൊണ്ടാണ്. അതാരാണാവോ, നമ്മളെക്കാൾ ഇഷ്ടം അവളോടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ നടക്കാൻ തുടങ്ങി. ഭഗവാൻ വിചാരിച്ചു, കൊള്ളാലോ, ഇവർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന്. ഭഗവാൻ മുന്നോട്ട് നടന്നു, ഒപ്പം രാധാറാണിയും. കുറച്ച് കഴിഞ്ഞ സമയത്തുണ്ട് ഭഗവാന്റെ പാദത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് ഇരുന്നതിൻ്റെ പോലെ ഒരു പാട് കാണുന്നു. ഇത് നോക്കൂ, ഇവിടെ ഇവർ ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്ന് ആ ഒരു ഭഗവാന്റെ പാദ വിദഗ്ധ ആയിട്ടുള്ള ആ ഗോപിക പറഞ്ഞു അത്രേ. ഭഗവത് പാദ വിദഗ്ധ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഇവിടെ വെറുതെ ഇരുന്നതല്ല കേട്ടോ, ആ ഗോപികയുടെ തലയിലുള്ള പഴയ മാലയൊക്കെ മാറ്റിയിട്ട് പുതിയ മുല്ലപ്പൂ മാല ഭഗവാൻ നേരെയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, ഇതൊക്കെ നിനക്ക് എങ്ങനെയാ അറിയാം, നോക്കൂ, പഴയ മുല്ലപ്പൂ മാല ഇവിടെ കിടക്കുന്നു. ആ മുല്ലപ്പൂവിൻ്റെ മരം കണ്ടോ നിൽക്കുന്നത്, ആ മുല്ലപ്പൂവിൻ്റെ മരത്തിന് ചുറ്റും ഭഗവാന്റെ കാൽപാദങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്തിനാ അത്? ഭഗവാൻ ആ മുല്ലപ്പൂ ശേഖരിച്ചതാണ്. ആ ശേഖരിച്ച മുല്ലപ്പൂക്കളെല്ലാം ഈ ഒരു ഗോപികയുടെ തലയിൽ വെച്ച് കൊടുത്തത് കൊണ്ടാണ് അവൾ ആ പഴയ മാല അവിടെ ഉപേക്ഷിച്ചത് എന്നായി ഇത്രേ ആ ഗോപിക. അപ്പോൾ അതും ശരിയായിരുന്നു. അതിനുശേഷം വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, ഇതാ ഇവിടെ ഭഗവാന്റെ പാദം മാത്രമേ കാണാനുള്ളൂ, നമുക്ക് ഇവിടെ നമസ്കരിക്കാമെന്ന്. അത് കേട്ടതും ആ ഭഗവത് പാദ വിദഗ്ധ പറഞ്ഞു, ഇവിടെ വെച്ച് ഭഗവാൻ അവളെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് നിനക്കറിയാം? സാധാരണ നമ്മൾ ഭാരപ്പെട്ട എന്തെങ്കിലും വസ്തു കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മളുടെ പാദം കുറച്ചധികമായിട്ട് ആ ഒരു മണ്ണിൽ താഴ്ന്നു പോവാറുണ്ട്. ഇവിടെ ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയല്ല കേട്ടോ, ഇവിടുത്തെ ആ ഭഗവാന്റെ പാദചിഹ്നം കുറച്ച് അടിയിലേക്ക് ഡീപ്പായിട്ട് പതിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കൂ എന്ന് പറഞ്ഞു. ശരിയായിരുന്നു കേട്ടോ. അവിടെ വെച്ച് രാധികാദേവിക്ക് നടന്ന് വയ്യാതായി കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ രാധയെ എടുത്തുകൊണ്ടാണ് അത്രേ അവിടെ നിന്ന് നടന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ രാധാദേവി പറഞ്ഞു, അത്ര എന്തിനാണ് നമ്മളിങ്ങനെ മറ്റു ഗോപികമാരിൽ നിന്ന് ഓടി ഒളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അത്രേ ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല, എനിക്ക് കുറച്ച് നേരം ഒരു കളി അത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ രാധാദേവിക്ക് തോന്നി അത്രേ മറ്റാരെയും കൂടെ കൂട്ടാതെ എന്നെ മാത്രം എൻ്റെ കൃഷ്ണൻ കൂടെ കൂട്ടിയില്ലേ എന്ന് തോന്നി. ആ ഒരു നിമിഷത്തിൽ രാധാദേവിയുടെ ഉള്ളിൽ ചെറിയ ഒരു അഹങ്കാരം വന്നുവോ എന്ന് ഭഗവാന് തോന്നിയതും അവിടെ വെച്ച് രാധാദേവി പറഞ്ഞു, അത്ര എനിക്ക് ഇനി നടക്കാൻ വയ്യ. ഭഗവാൻ പറഞ്ഞു, എനിക്ക് കയ്യിൽ ഇങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ചുമലിൽ കയറിക്കോളൂ രാധ എന്ന് പറഞ്ഞ് കുനിഞ്ഞിരുന്നതും ഭഗവാന്റെ ചുമലിൽ കയറാൻ കാലൊന്നുയർത്തിയതും ഭഗവാനെ കാണാതായി ഇത്രേ രാധാദേവിക്ക്. അപ്പോൾ രാധാദേവി മറ്റു ഗോപികമാരെ പോലെ അല്ലാട്ടോ രാധാദേവിക്ക് സംഭവിച്ചത്. രാധാദേവി കൃഷ്ണനെ കാണാനില്ല എന്നറിഞ്ഞ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവിടെ ബോധരഹിതയായി നിലം പതിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് അത്രയും മറ്റു ഗോപികമാർ വന്നത്. അപ്പോൾ രാധയ്ക്ക് ചുറ്റും അവരെല്ലാവരും ഇരുന്നു. അവരെല്ലാവരും രാധാദേവിയുടെ തലയെടുത്ത് മടിയിലേക്ക് കിടത്തിയതിന് ശേഷം രാധാദേവിക്ക് തളിക്കാനായിട്ടൊരു ലേശം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നേരെ വന്നു ആ ഭഗവത് പാദ വിദഗ്ധ ഒരു കമ്പെടുത്ത് നിലത്ത് കുത്തി രാധയ്ക്ക് വെള്ളം വേണമെന്നൊന്ന് പറയേണ്ട താമസം ആ ഗംഗാദേവി സ്വയം അവിടെ നിന്ന് ജലം എത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു ജലം മുഖത്തേക്ക് തളിച്ച് റാണിയെ ഉണർത്തിയതിന് ശേഷം ഈ ഗോപികമാർ ചോദിച്ചു അത്രേ, എന്താ സംഭവിച്ചത്, ഭഗവാൻ എവിടെയെന്ന്. അപ്പോൾ രാധാദേവി പറഞ്ഞു, അറിയില്ല ഭഗവാനെ, എനിക്ക് കാണാൻ കഴിയുന്നില്ല, ഇത്ര നേരം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് കാണാനില്ല എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടതും അവർ പറഞ്ഞു, വരൂ നമുക്ക് അന്വേഷിക്കാം എന്ന് രാധാറാണി പറഞ്ഞു. ഏത് നിമിഷമാണോ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആ നിമിഷമല്ലാതെ അദ്ദേഹത്തിനെ കാണാൻ അന്വേഷിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിന് പകരം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഭഗവാനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവർ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയത്രേ. അതാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ആ ഒരു ഗോപികാ ഗീതം എന്ന് പറയുന്നത്. ഭഗവാനെ അവർ വിളിച്ചപ്പോൾ അവരുടെ ആ ഒരു ഭാവം ഉണ്ടല്ലോ,
ആദ്യ ശ്ലോകത്തിൽ തന്നെ ഗുരുനാഥൻ പറയാറുണ്ട്, അവർ പറഞ്ഞത് ഇങ്ങനെയാണത്രേ: ഉണ്ണി കൃഷ്ണ, ഞങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇന്ന് കാണുന്ന വഴിയിലൂടെയൊക്കെ ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി പോകുന്നതിനിടയിൽ ആ വൃന്ദാവനത്തിലെ കാട്ടുചെടിയുടെ മുള്ള് അങ്ങയുടെ പാദത്തിൽ കൊള്ളാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ മുള്ളു കൊണ്ടാലോ ആ മുള്ളു കൊണ്ട ഭാഗം അങ്ങൊരു തുണി വെച്ച് കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നാളെ ബലരാമസ്വാമിയോ അല്ലെങ്കിൽ യശോദമ്മയോ രോഹിണി അമ്മയോ ആരെങ്കിലും, അല്ലെങ്കിൽ ഗോപാലന്മാർ തന്നെയോ ആരെങ്കിലും ഭഗവാനോട് ചോദിക്കുകയാണ്, എന്താ ഉണ്ണികൃഷ്ണ കാലിൽ പറ്റിയത്, കാലിൽ എന്താ ഒരു കെട്ട് എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയും ചിരിച്ചുകൊണ്ട്, അതെന്താണെന്നറിയോ, എനിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ വലത്തെ കാലും ഇടത്തെ കാലും തമ്മിൽ മാറിപ്പോവാണ്. ഏതാ വലത് ഏതാ ഇടത് എന്ന് ഞാൻ മാറിപ്പോവാണ്. അപ്പം വലത്തെ കാലേ കെട്ടുള്ള കാല്, ഇടത്തെ കാലേ കെട്ടില്ലാത്ത കാല് എന്നറിയിക്കാൻ വേണ്ടി ഞാനൊരു കെട്ട് കെട്ടി, അത്രയേ ഉള്ളൂ എന്നാണ് ഭഗവാൻ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവും, അതാ വൃന്ദാവനത്തിലെ കാട്ടുചെടിയുടെ മുള്ളുകൊണ്ടാണ് അങ്ങയുടെ കാല് മുറിഞ്ഞതെന്ന്. അത് സഹിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ആർക്കുമില്ല ഭഗവാനെ. ഭഗവാന്റെ കാലിൽ മുള്ളു കൊണ്ടു എന്നറിഞ്ഞാൽ ആ നിമിഷം ചിലപ്പോൾ ഞങ്ങൾക്ക് ബോധരഹിതമാവുക എന്നുള്ളതല്ല, ഞങ്ങളുടെ ഉയിര് തന്നെ ഇല്ലാതാവാനും സാധ്യതയുണ്ട് എന്നാണത്രേ ഭഗവാനോട് അവരെ ആ ഒരു ഗോപികാഗീതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത്. ഇത് കേട്ടതും ഭഗവാനെ തന്നെ തോന്നിയത്രേ, ഞാൻ ഇനി മറഞ്ഞിരിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് പ്രത്യക്ഷമാവണമെന്ന്. അപ്പം തന്നെ നമ്മുടെ ഭഗവാൻ വിചാരിച്ചു അത്രേ, ഇനി എന്താ പറയാന്ന് കൂടെ അറിയാലോ എന്ന്. അങ്ങനെ ആ ഗോപികാഗീതം മുഴുവനും ഗോപികമാരുടെ സ്തുതി കഴിയാറായപ്പോഴേ, അല്ലെങ്കിൽ ആ സ്തുതിച്ച് കഴിഞ്ഞപ്പോഴാണ് സാക്ഷാൽ മന്മഥനായിട്ട് ഭഗവാൻ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷമായുള്ളൂ. നമുക്ക് പുതുതായിട്ടൊരു ആഭരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തുവോ നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വാങ്ങി കിട്ടിയെന്ന് വിചാരിക്കാം. അത് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ? എന്നാൽ ഇതേ വസ്തു നമ്മളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് വിചാരിക്കുക. കളഞ്ഞു പോയിട്ട് അതിനി ഒരിക്കലും കിട്ടില്ല എന്ന് തോന്നുന്ന നിമിഷം നമുക്കത് തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതത് വാങ്ങി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയത്ത് സന്തോഷത്തിൻ്റെ ഇരട്ടിയായിരിക്കും എന്നാ ഭഗവാന്റെ ആ ഒരു ചിന്ത. സത്യമാണ് കേട്ടോ അത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഏതെങ്കിലും സ്വർണ്ണാഭരണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു അത് കളഞ്ഞു പോയി, ഇനി അത് കിട്ടില്ല എന്ന് തോന്നണം ആ നിമിഷം അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയായിരുന്നു അത്രേ ഗോപികമാർക്ക്. ആ ഭഗവാനെ കണ്ടതും അവരെ ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, കൈയെടുത്ത് രണ്ട് കൈയും കൂട്ടി പിടിച്ചു നോക്കി. ഭഗവാനെ ഇനി ഒരിക്കലും എന്നെ വിട്ട് പോകരുത് എന്ന് അപേക്ഷിച്ചു. എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെയായി ഇത്രേ ഭഗവാന്റെ അടുത്ത്. എന്നാൽ ഇതിലേക്കൊന്നും വരാതെ കണ്ണീരോടുകൂടി ഭഗവാനെ നോക്കിക്കൊണ്ട് കുറച്ച് അകലെയായിട്ട് നിൽക്കുന്ന രാധാദേവിയുടെ കണ്ണിലേക്ക് നോക്കാനുള്ള ഒരു ആർജവം പോലും ഇല്ലാതായി ഭഗവാൻ എന്നാണ് പറയുന്നത്. അത്ര പ്രേമസ്വരൂപിണിയാണ് നമ്മുടെ ശ്രീ രാധികാദേവി. രാധികാദേവിയുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്ന് ആ രാധയോട് ഇനി ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞ് ആ കണ്ണീരെല്ലാം തുടച്ചു കൊടുക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരയായി വന്നു എന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത്. ഭക്തദാസനായ ഭഗവാനെ പോലും കരയിപ്പിക്കാൻ കരുത്തുള്ളവളായിരുന്നു നമ്മുടെ രാധാദേവി എന്നാണ് പറയുന്നത്. ഭക്തി കൊണ്ട് രാധയെ വെല്ലാൻ ഇന്നും ആരും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ആ ഒരു രാധാദേവിയോട് അപ്പം തന്നെ ആ ഒരു കാളിന്തിയുടെ തീരത്ത് വള്ളിക്കുടിലുകൾ ഒരുക്കി വെച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അത്രേ ഓരോ ഗോപികമാരോടും, നമ്മളെ ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ഒന്നും കളയാൻ വേണ്ടിയല്ല ഇവിടെ കൂടിയിരിക്കുന്നത്, രാസനൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൃത്തം ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായി ഒരുങ്ങുക തന്നെ വേണം. അങ്ങനെ ഒരുങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നേരെയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ ഓരോ വള്ളിക്കുടിലിൻ്റെ അകത്തേക്ക് കയറിക്കൊള്ളൂ. അവിടെ നിങ്ങൾക്ക് വേണ്ട ആഭരണങ്ങളും പുതിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഒരുങ്ങാനുള്ള, സ്ത്രീകളാണല്ലോ, സ്ത്രീകൾക്ക് ഒരുങ്ങാൻ നല്ല ഇഷ്ടമാണല്ലോ, ഒരുങ്ങാനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെന്നോളൂ എന്ന് പറഞ്ഞു. അവരോരോരുത്തരും വള്ളിക്കുടിലിൽ ചെന്നു. നല്ല ഒരു ഗ്ലാസ് പാൽ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത്രയൊക്കെ
ആ ഒരു വൃന്ദാവനത്തിൻ്റെ വനാന്തരത്തിലൊക്കെ നടന്നു വയ്യാണ്ടായി കിതച്ചു ഒക്കെ ആയില്ലേ, അവർക്കൊരു ഇത്തിരി ഉന്മേഷം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ആ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഭഗവാൻ വിചാരിക്കുന്നത്. അങ്ങനെ അവരതിനകത്ത് പോയപ്പോൾ അവർക്ക് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ഇരുന്നിങ്ങനെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് തുടച്ച് കളയാൻ പോലും വയ്യാതെ ഇരിക്കുകയാണ് അവർ. അല്ലാതെ അവരുടെ അടുത്തേക്ക് അവർ ഒരുങ്ങുമൊന്നുമല്ല ചെയ്യണേത്രേ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നുകൊണ്ട് ഭഗവാൻ തന്നെ അവർ ഓരോരുത്തരെയും വേണ്ട വിധം അണിയിച്ചൊരുക്കി പാലൊക്കെ കുടിപ്പിച്ച് സുന്ദരികളാക്കിയതിന് ശേഷം അവർ ഓരോരുത്തരും ഓരോ കൃഷ്ണന് ഓരോ ഗോപി എന്ന ഭാവത്തിൽ നടുവിലായിട്ട് ഒരു കൃഷ്ണൻ, അതുപോലെ തന്നെ ചുറ്റും ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ നിന്നുകൊണ്ട് അഗംഭീരമായിട്ടുള്ള രാസകേളിയാണ് അവിടെ കാളിന്തി തീരത്ത് നടന്നത് എന്നാണ് പറയുന്നത്. ആകാശത്ത് നിന്ന് കിന്നര ഗന്ധർവന്മാരുടെ പാട്ടുകളുണ്ടായിരുന്നു, ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായിരുന്നു. പാട്ടിൻ്റെ ഓരോ താളത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന ഗോപികമാർ, നൃത്തമാടുന്ന ഭഗവാൻ. അതിനുശേഷം ആ ഒരു പാട്ടെല്ലാം നിലച്ചിട്ട് പോലും അവർക്ക് അവരുടെ താളത്തിൽ അവർ ആ ഒരു ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ഭഗവാനോടൊപ്പം നൃത്തം ചെയ്യുന്ന ആ ഓരോ ഗോപികമാരും അവരവരെ തന്നെ മറന്നുകൊണ്ട് തന്നെ സ്വയം ഭഗവാനിൽ അർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ രാസകേളിയിലൂടെ പറയുന്നത്. അങ്ങനെയുള്ള ഓരോ ഗോപികമാരുടെയും ഓരോ പാദരേണുവിലും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ കഥ ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കാം. ഇതിൽ അനവധി തെറ്റുകളുണ്ടായിരിക്കാം, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ശ്രീ ഗുരുവായൂരപ്പനും ശ്രീ രാധികാദേവിയും എന്നോട് ക്ഷമിക്കട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ജപിച്ച നാമങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കൂ കേട്ടോ. നാളെ വേറെ ഒരു കഥയും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. നന്ദി.